കഴിഞ്ഞു, ഫലം വന്നു. ഇനി പുതിയ ഇന്ത്യ, പുതുമയുള്ള ഭരണം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. BJP അധികാരത്തിൽ വരുമായിരിക്കാം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമാകുമായിരിക്കാം. പക്ഷേ ഈ ഇലക്ഷൻ ഏകാധിപത്യത്തിൻ്റെ, സ്വേച്ഛാധിപതിയുടെ പരാജയം തന്നെയാണ്. കാരണം നമ്മുടെ ഭരണഘടന മാറ്റാൻ അവർക്ക് കഴിയില്ല. 3/2 ഭൂരിപക്ഷം ഇല്ല. ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ 2 വഴിയുണ്ട്. വേണമെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷമായിരിക്കാം. ആരുടെയും തോൽവിയിൽ സന്തോഷിക്കുന്നത് നല്ലതല്ലെങ്കിലും സ്മൃതി ഇറാനി, പ്രജ്വൽ രേവണ്ണ ഇവരുടെ പരാജയം വളരെ സന്തോഷത്തോടെയാണ് കേട്ടത്. അഹങ്കാരത്തിന് ജനങ്ങൾ നൽകിയ മറുപടിയാണ് സ്മൃതി ഇറാനിയുടെ പരാജയം. 400ഓളം നിസ്സഹായരായ സ്ത്രീകളെ അച്ഛനും മകനും തോക്കു ചൂണ്ടിയും കത്തി കാണിച്ചും ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നിരന്തരം പീഡിപ്പിച്ചിരുന്നു. അതിൽ മുത്തശ്ശിയുടെ പ്രായത്തിലുള്ളവർ വരെ ഉണ്ടായിരുന്നു. ദേവഗൗഡയുടെ മകനും ചെറുമകനായ പ്രജ്വൽ രേവണ്ണയും. അയാൾ അർഹിച്ച പരാജയം കിട്ടി. ഇനി കോടതിക്ക് അവനെ പൂട്ടാനും കഴിയട്ടെ. പ്രജ്വൽ രേവണ്ണയെക്കുറിച്ച് നമ്മുടെ ചാനലിൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ വിശദമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മതേതര ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച ഒരു ഏകാധിപതി കുറച്ച് സമയത്തേക്കാണെങ്കിലും വോട്ടെണ്ണലിൽ താഴോട്ട് പോകുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതിതീവ്ര ഹിന്ദുത്വത്തെ നല്ലവരായ ഹിന്ദുക്കൾ ഉൾപ്പെടെ ഇന്ത്യയിലെ നല്ല മനുഷ്യർ കൈയൊഴിഞ്ഞു. ഇന്ത്യയിലെ നല്ലവരായ ഹിന്ദുക്കൾ ഉൾപ്പെടെ ജനങ്ങൾ ജനാധിപത്യ മതേതര ഇന്ത്യയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിലനിൽക്കണമെന്ന് തന്നെയാണ് മതം പറഞ്ഞ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന, തമ്മിലടിപ്പിക്കുക എന്ന കുട്ടിക്കഥകളിലെ കുറുക്കൻ്റെ ചിന്താഗതിയുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവരുടെ സ്വപ്നം. സുരേഷ് ഗോപിയുടെ 10 വർഷത്തെ വിശ്രമമില്ലാത്ത പരിശ്രമമാണ് അദ്ദേഹത്തിൻ്റെ വിജയം. മടുപ്പില്ലാതെ നിരന്തരം പ്രവർത്തിച്ചത് കാരണവും നല്ല രീതിയിൽ ഇലക്ഷൻ പ്രചാരണം നടത്തിയത് കാരണവും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കാരണവും വളരെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വപരമായ നല്ല പ്രവർത്തികൾ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആകാതിരിക്കട്ടെ. BJPയുടെ വോട്ട് മാത്രമല്ല, മറ്റു വോട്ടുകൾ കൂടി ലഭിച്ചാണ് സുരേഷ് ഗോപി ജയിച്ചത്. അത് അദ്ദേഹം മറക്കാതിരിക്കട്ടെ. കേരളത്തിലെ ഏകാധിപതിക്കുള്ള തിരിച്ചടിയുമാണ് ഈ ഇലക്ഷൻ. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇനിയെങ്കിലും നല്ല രീതിയിൽ ഭരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഏകാധിപതിയും അധിക നാൾ വാഴുന്ന ചരിത്രമില്ല, വീഴുന്ന ചരിത്രമേയുള്ളൂ. അത് കേവലം പഞ്ചായത്ത് മെമ്പറായാലും മുഖ്യനായാലും പ്രധാനമന്ത്രിയായാലും ഒരു സ്ഥാനത്ത് വന്നാൽ അധികം വൈകാതെ അഹങ്കാരം തുടങ്ങിയ ഞാൻ വലിയ എന്തോ ആണെന്നുള്ള ഭാവം, മഹാറാണിയാണ്, മഹാരാജാവാണ് എന്നൊക്കെയുള്ള ഭാവം, മനുഷ്യത്വം മരിച്ച് അഹങ്കാരവും ധാർഷ്ട്യവും മാത്രമാകുന്നവർ, ഇത്തരക്കാരുടെ നാശം അധികം വൈകാതെ ഉണ്ടാകും. അതാണ് ഇത്തരം സ്വഭാവക്കാരെക്കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു ഹിന്ദുത്വ രാജ്യമാകില്ല, ജനാധിപത്യ രാജ്യമായി നിലനിൽക്കും. ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ഇന്ത്യയിൽ നിലനിൽക്കില്ല എന്നതൊക്കെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ആശ്വാസം നൽകുന്നതാണ്. ഒരു മതത്തിനെ ഉയർത്തിക്കാട്ടി അതിൽ സദാസമയം മുഴുകി ആ മതത്തിൻ്റെ ആരാധനാലയങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകി വോട്ടിനു വേണ്ടി മാത്രം അന്യൻ സ്വഭാവം കാണിച്ച ആളിനെ ജനം തിരിച്ചറിഞ്ഞു. ഇന്ത്യ മതേതര രാജ്യമാണ്, ഒരു മതത്തിൽ മാത്രം അധിഷ്ഠിതമല്ല. ശക്തമായ ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഏകാധിപത്യം ചോദ്യം ചെയ്യാൻ പാർലമെൻറ്റിൽ ശബ്ദം ഉയർത്താൻ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു. ഇത് വളരെ സന്തോഷകരമായ ഒന്നാണ്. BJPക്ക് മാത്രമായി ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് ഇനി NDA ആണ് ഭരണത്തിൽ വരിക. മോദി പ്രധാനമന്ത്രിയായാൽ മോദിക്ക് ഭരിക്കാൻ പാടുപെടേണ്ടി വരും. കാരണം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവുമാണ് NDAയുടെ പ്രധാനികൾ. ചന്ദ്രബാബു നായിഡുവിന് വലിയ മമതയൊന്നും മോദിയോടില്ല. രാഷ്ട്രീയ നിർബന്ധിതാവസ്ഥ കാരണമാണ് NDA BJPയുമായി ഒത്തുപോകുന്നത്, ഇഷ്ടം കൊണ്ടല്ല. ചന്ദ്രബാബു നായിഡു ഈയിടെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഇവരെയെല്ലാം ഒരുമിപ്പിച്ചാണ് മോദി ഭരിക്കേണ്ടത്. മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഭീഷണിയായപ്പോൾ ജനങ്ങൾ നൽകിയ തിരിച്ചടി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, കെജ്രിവാൾ, സ്റ്റാലിൻ, ധ്രുവ് റാട്ടി, സീതാറാം യെച്ചൂരി, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, മമതാ ബാനർജി, ഇങ്ങനെ ഒരുപാട് പേരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇന്ത്യ മുന്നണിയുടെ വിജയം. ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട പേരാണ് ധ്രുവ് റാട്ടി. ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് സാധാരണ ജനങ്ങൾക്ക് വളരെ വ്യക്തമാകുന്ന രീതിയിൽ
തെളിവുകൾ നിരത്തി മോദി എന്ത് ചെയ്യുന്നു എന്ന് വിവരിച്ചു കൊടുത്തതുകൊണ്ടാണ് ഇത്രയും സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത്. മതം, ജാതി, രാഷ്ട്രീയം നോക്കാതെ പരസ്പരം സ്നേഹിക്കുന്ന, ഇന്ത്യയെ എന്നും മതേതര ജനാധിപത്യ രാജ്യമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത നല്ലവരായ എല്ലാ ഇന്ത്യക്കാരും ധ്രുവിന് നന്ദി പറയും. ഞാനും നന്ദി പറയുന്നു. ധ്രുവ് ഇന്ത്യയിൽ നല്ലൊരു പ്രതിപക്ഷമുണ്ടാക്കാൻ നന്നായി ജോലി ചെയ്തു. ഒരു ഇന്ത്യക്കാരൻ്റെ കടമ പൂർണ്ണമായി നിറവേറ്റി. ചെറിയൊരു ഉദാഹരണം പറയാം. CPM ആണ് ഇലക്ട്രൽ ബോണ്ടിങ്ങിനെതിരെ കോടതിയിൽ പോയത്, അനുകൂല വിധി നേടിയത്, BJPയെ പ്രതിക്കൂട്ടിലാക്കിയത്. എന്നാൽ ഈ ഇലക്ട്രൽ ബോണ്ട് എന്താണ് എന്നും BJP ചെയ്തതും കോടിക്കണക്കിന് അഴിമതിയെക്കുറിച്ചും BJPയുടെ കോടിക്കണക്കിന് അഴിമതിയെക്കുറിച്ചും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ വിവരിച്ചു കൊടുത്തത് ധ്രുവാണ്. ധ്രുവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ ധ്രുവ് പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ എങ്ങനെയാണ് അവർ 3-2 ഭൂരിപക്ഷം നേടി ഭരണഘടന പൊളിച്ചെഴുതാൻ ശ്രമിച്ചതെന്ന്. ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾ മോദിയുടെ അനീതിക്കെതിരെ വായി തുറക്കാതെ, പേന ചലിപ്പിക്കാതെ, മുട്ടുവിറച്ച് മിണ്ടാതെയിരുന്നു. മോദിയുടെ അനീതികളെയും അഴിമതികളെയും തുറന്നു കാട്ടാൻ ശ്രമിച്ച മാധ്യമങ്ങളെയും എഴുത്തുകാരെയും EDയെ വിട്ട് പേടിപ്പിച്ചു. ചിലരെ കൊന്നുകളഞ്ഞു, ചിലരെ ജയിലിലാക്കി, കോടതിയെ കക്ഷത്തിലാക്കി. അപ്പോഴാണ് ഇന്ത്യയിൽ നട്ടലുള്ള ചെറുപ്പക്കാർ ഉണ്ടെന്ന് തെളിയിച്ച് ധ്രുവ് വ്യക്തമായ തെളിവുകൾ കാണിച്ച് മുന്നോട്ട് വന്നത്. മതേതര ജനാധിപത്യ ഇന്ത്യയെ സംരക്ഷിക്കാൻ വന്ന ധ്രുവ് എന്ന് ചരിത്ര താളുകളിൽ താങ്കളെക്കുറിച്ച് എഴുതപ്പെടും. പ്രിയപ്പെട്ടവരെ, ഒരു മാസമായി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല. പല കൂട്ടുകാർക്കും അറിയാം, എങ്കിലും പറയുവാണ്. ഞാൻ നല്ലൊരു മാനസികാവസ്ഥയിലല്ല. കാരണം ഒരു മാസമായിട്ട് ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാണ്. ഹസ്ബൻഡ് 12 വർഷമായിട്ട് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു മാസമായിട്ട് കാലിൽ സർജറി ആയിട്ട് ഹോസ്പിറ്റലിലാണ്. നാളെ 8ാമത്തെ സർജറിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, ഒപ്പം ഉണ്ടാവണം. വീഡിയോ കണ്ട പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.